ഈ ഈത്തപ്പഴല്ലേ കുറേ ദിവസമായിട്ടോ നമ്മുടെ വീട്ടിലിരിക്കുന്നു. മക്കള് തിന്നോട്ടെ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. മക്കളൊന്നും കഴിക്കണില്ല. അപ്പം ഇന്നില്ലേ അമ്മ ഇതും കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കി തരാമെന്ന് കേട്ടോ. ഇത് മാത്രല്ലേ ഉള്ളൂ. സുനി നിലക്കടലെടുത്തിട്ട് വാ. ഇഷ്ടം നാളെ നിലക്കടല വാങ്ങിക്കൊണ്ടുവന്നതാണ്. പക്ഷെ നിലക്കടല ഏത് അത് ഈത്തപ്പഴം നല്ല തന്നെയാണ്. ലയൻസ് അതാ അത് മൊത്തം. ഇത് കണ്ടോ, പകുതി കഴിക്കുക പകുതി കളയുക, പകുതി കഴിക്കുക പകുതി കളയുക. ഞാൻ കത്തിച്ചേർന്നമ്മ. അപ്പൊ ഇത് നമുക്ക് എന്തെങ്കിലൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികളുടെ വയറ്റിക്ക് അങ്ങോട്ട് ചെല്ലിക്കണല്ലോ. ഇവിടുത്തെ മക്കൾക്കില്ലേ നല്ലതൊന്നും പറ്റില്ല കേട്ടോ. ഈ എങ്ങനെ പറയാ, ഏട്ടൻ പറയണ പോലെ ബിരിയാണി ചിക്കൻ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്കോടാണ് കുറച്ചൊക്കെ ഒരു ഇഷ്ടം. പിന്നെ മുരിങ്ങക്കൂട്ടാന്, ചീരക്കൂട്ടാന്, ചമ്മന്തിയും കഞ്ഞി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ അമ്മ. ഇങ്ങനെ നിലക്കടലപ്പത് എന്താ ചക്ക ആരും ഇല്ലാതെ പോകുന്നത് നന്നായി. ആരെങ്കിലും ഉള്ള സമയത്താണെന്ന് വെച്ചാൽ പട്ടേനെ. എന്താണ് ആ തേങ്ങ ചെലവ് പെണ്ണേ? എന്താ ഏകരം കൂടി പോലെ അത് താഴെ വെച്ചാൽ മതി. എന്നാലേ അത് കത്തില്ലെങ്കിൽ മടം മുട്ടുത്തിരുന്ന എന്നിട്ട് പക്ഷേ നല്ല സുഖമാണ് വെച്ചാൽ. അതിൽ നിലക്കടലിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാ അണ്ടിപ്പരിപ്പും ബദാമും ഇട്ടിട്ടുണ്ട്. മതിയമ്മ? മതി. മതി മതി, അത് മതി. അത് ചൂടായിക്കണോ, അത് കരിയണ്ട. അത് ഇതാണ്ടോ ആവി വരുന്നത്. നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഈ അരി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളെന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും തികയണമല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ അരി ഇട്ടതാണ്. ഇങ്ങനെ ശർക്കരയൊക്കെ ഇതിൽ കൂടെ ഇടാം. ഞാൻ അമ്മയ്ക്ക് പറഞ്ഞുതരാം. വാ, കിളക്കാൻ വയ്യാണ്. ഇതിൽ ആക്കിയോ? ഏതൊക്കെ ചൂടാറട്ടെ. അതൊക്കെ പൊടിക്കണം, എല്ലാം പൊടിക്കണം അമ്മ. അതെടുക്കും. മതി മതി മതി. രണ്ട് നിങ്ങളുടെ ഇടും. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, പകുതി കഴിക്കുക പകുതി തിന്നുക, കളയുക. മതി മതി. ഇതാണ്ടോ നമ്മുടെ ഈത്തപ്പഴം, ശർക്കര, തേങ്ങ ഇതൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഐഡിയ കിട്ടുന്നില്ല എന്താണിത് എന്നുള്ളത്, എന്താണത് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി ഇത് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കട്ടെ കേട്ടോ. ഈ തേങ്ങയും അതേപോലെ ഇതെല്ലാം പാടെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ. അമ്മ എന്തിനാ തപ്പണത്? അമ്മ ഇങ്ങോട്ട് ഉഷാറിൽ പറഞ്ഞാൽ പിന്നെ ഏലക്കായ വേണമെങ്കിൽ 2-3 ഏലക്കായും കൂട്ടാട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ മണം കിട്ടും. പക്ഷെ നമ്മുടെ കയ്യിൽ ഏലക്കായ ഇല്ല, അതുകൊണ്ട് അത് കഴിഞ്ഞു. എനിക്ക് പേടിച്ചോ? പൊന്നു പേടിച്ചു, പത്താന്നാളെ പേടിച്ചു. ശരി, എന്തിന്? പിന്നെ ഈ 5:30 എന്താ ട്യൂഷന് പോണത്? എങ്ങനെയുണ്ട് അമ്മോ? എന്നാ അണ്ടിപ്പരിപ്പ് മാതിരി ഉണ്ടോ?
ഇതാ കഴിച്ചു നോക്കിക്കോളി തിന്ന് നോക്ക്. കഴിച്ചു നോക്കിയോക്കോ. ഇത് വേറെ ടേസ്റ്റ് അല്ലേ? ഇതെങ്ങനെയാ? അണ്ടിപ്പട്ടിൻ്റെ അല്ല ഇത്, ഇതെന്താ തോന്നണ? ഇത് വേറെ ടേസ്റ്റ്. പക്ഷെ സംഭവം നന്നായിട്ടുണ്ട്. രസമുണ്ടോ? അമ്മോ ബാ. ഉണ്ടാക്കട്ടെ ഉണ്ടാക്കട്ടെ അല്ലേ? വേഗം വേഗം കഴിക്കും. ഞാൻ തിന്നോടാ, ബാക്കിയുള്ളവർ ഉണ്ടാക്കട്ടെ. എന്താ കഴിക്കുന്നുണ്ടോ? ഇഷ്ടായോ? അച്ചയ്ക്ക് ഒന്ന് എടുത്തുകൊണ്ടേ കൊടുത്താ കുട്ടർ അച്ചയ്ക്ക് കൊണ്ടേ കൊടുക്കും. അമ്മഴത്ത് വരാനും പറ. എടുക്കുകയാണ്. പൂവ് വേണം എന്നിട്ട് പൊന്നോ. അവള് ഇപ്പോൾ സ്കൂൾ വിട്ട് വന്നേയുള്ളൂ കേട്ടോ. അവളുടെ കയ്യും കാലൊക്കെ കഴുകി എന്നിട്ടേ കഴിക്കുള്ളൂ. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. കുട്ടികൾക്ക് നല്ല ടേസ്റ്റാണ് ഈ കുട്ടികൾക്ക്. കാരണം എന്താണെന്ന് പറയുക, ഇവിടെ ഈ ഇത് കണ്ടില്ലേ, നമ്മുടെ മക്കൾക്ക് ഈ ഡ്രസ്സ് നമ്മുടെ മക്കൾക്ക് എങ്ങനെയാണെന്നറിയോ, എന്താ ഇങ്ങനെയുള്ളതൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താലേ കഴിക്കുള്ളൂ അവർക്ക്. അല്ലെങ്കിൽ അവർക്ക് കഴിക്കാൻ ഭയങ്കര ശർക്കര മാത്രമാണ് ഷുഗർ ആയിട്ടുള്ള പ്രശ്നമുണ്ടല്ലോ. അത് കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഈത്തപ്പഴത്ത് എങ്ങനെ കൊടുക്കാൻ നല്ലതാ, കുട്ടികൾക്ക് എല്ലാം എങ്ങനെയും കൊടുക്കാൻ നല്ലതാട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കും. ഇനി ഇതിലേക്കില്ലേ വേണമെങ്കിൽ നമുക്കിങ്ങനെ ഡിസൈനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് എന്തിനാ ഡിസൈന്? ഇതിപ്പോൾ ഉണ്ടാക്കും. ഇപ്പം തന്നെ നമ്മൾ മക്കളെല്ലാവരും കഴിക്കും. ഇതാ കഴിഞ്ഞിട്ട് വന്നു. കഴിച്ചോ? ഞാനിത് ബാക്കിയുള്ളത് ഇങ്ങനെ ഇഷ്ടമായിത്രേ. കുട്ടിക്ക് ഇഷ്ടമായോ? നിൽക്കൊരുമ്മാട്ട് ചക്കരമ്മ. എന്താ മനസ്സിലായില്ലേ പെട്ടെന്ന്? നാളെ ഉണ്ടാക്കി തരാം കേട്ടോ. ഇത് ഇപ്പതാ മക്കളെ കഴിക്കട്ടെ. നമ്മൾ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. ഇതേപോലെ നിങ്ങളും ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്തു നോക്കൂ, ഇഷ്ടാവും. മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയതാ. മധുരം ഇഷ്ടമുള്ള ലഡ്ഡു കഴിക്കാനൊക്കെ തോന്നുകയാണെങ്കിൽ ഇതെടുത്ത് കഴിച്ചാൽ മതി. ഇല്ലേ, ഇവിടെ എല്ലാവർക്കും എങ്ങനെ ഇഷ്ടം എന്നറിയോ? ഫ്രിഡ്ജിൽ വെക്കുക, എന്നിട്ട് നല്ല തണുക്കില്ലേ, കുറച്ചൊരു ബലാവില്ലേ. അതിപ്പോൾ കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞത് കട്ട പോലെ കല്ല് പോലെ ആവും. ഇവിടെ അനിയനൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് തണുക്കണം. തണുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അച്ചുമണി നാളെ ക്ലാസ് ഉണ്ടോ? ഉണ്ട്? സ്കൂളുണ്ടോ? അമ്മു നാളെ സ്കൂളുണ്ട്. അപ്പം മറ്റന്നേ മുഹറം. മറ്റന്നേയുമ്പോൾ സുഖമാണ്. ശനിയില്ല, ഞായറില്ല, തിങ്കളില്ല. തിങ്കളുണ്ട് അല്ലേ? 3 ദിവസം ലീവ് കിട്ടും. കുട്ടികൾക്കില്ലേ 2 മാസം ലീവ് കഴിഞ്ഞിട്ട് പിന്നെയും ഇതാ കണ്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എങ്ങനെയുണ്ട് വെച്ചിട്ടാ? നല്ല ടേസ്റ്റ്. ഇപ്പോൾ ഒരു ഇളം ചൂടില്ലാകൊണ്ടാണേ. ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അരിപ്പൊടിയൊക്കെ ഉള്ളതല്ലേ, ഒന്ന് ഉറക്കും. ചായ ഇവിടെ ഇന്ന് നിങ്ങളുടെ കൈ എന്തിനാ ഉരുട്ട്? ഞാനില്ലേ വെയ്യ തോട്ടത്തത് ഉണ്ടാക്കി തന്നില്ലേ? ആരത്? നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുന്നു. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നടക്കണം.